ശ്രീജിതൻ അങ്ങ് തന്നെ തുടക്കത്തിൽ പറഞ്ഞത് ഒരു നവാഗതനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അഡ്രസ്സാണ് ആദ്യത്തെ സിനിമ തന്നെ മെഗാസ്റ്റാർ അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം മമ്മൂക്കയുടെ അടുത്ത് ഈ സിനിമയുടെ കഥ പറഞ്ഞു അദ്ദേഹം ഓക്കെ പറയുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സമയം അതെങ്ങനെയായിരുന്നു? അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കൈൻഡ് ഓഫ് എക്സൈറ്റ്മെന്റിന്റേതായ ഒരു മൊമെന്റ് ആയിരുന്നു. നമ്മുടെ ഉള്ളിൽ ഒരു കൈൻഡ് ഓഫ് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. നമ്മൾ എഴുത്തിന്റെ ഒരു പ്രോസസ്സിൽ തന്നെ കഥാപാത്രത്തിന്റെ ഒരു നിർമ്മിതിയുടെ ഘട്ടത്തിൽ അദ്ദേഹം ചെയ്താൽ നല്ലതായിരിക്കും എന്നും അതിലുപരി അദ്ദേഹത്തിലോട്ട് എത്തിയാൽ ചിലപ്പോൾ അദ്ദേഹത്തിനും അത് ഇഷ്ടപ്പെടാൻ ഒരു സാധ്യത ഉണ്ടെന്നൊക്കെ ഒരു തോന്നലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പോലും ഏതൊരാളെയും പോലെ അത്യാവശ്യം ഒരു ആങ്ഷ്യസ് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ അടുത്ത് പോയതും കഥ പറഞ്ഞതൊക്കെ. പക്ഷെ കഥ പറഞ്ഞു പോകുന്ന ഒരു പ്രോസസ്സ് തന്നെ അദ്ദേഹം അതിനകത്ത് ഇൻട്രസ്റ്റഡ് ആയിട്ടും ഇൻവോൾവ് ആയിട്ടുമാണ് പോകുന്നത് എന്നുള്ള ചില ഒരു സൂചനകൾ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോഴും അദ്ദേഹം വളരെ ഹാപ്പി ആയിരുന്നു. അപ്പം പറഞ്ഞറിയാൻ പറ്റാത്ത ഒരു സന്തോഷമാണ് അത് കിട്ടിയത്. അത് ഒപ്പം തന്നെ അതൊരു കൈൻഡ് ഓഫ് റെസ്പോൺസിബിലിറ്റി കൂടി തന്നെയാണ്. അത് ആ ഒരു ചിന്തയും ഉള്ളിൽ ഉണ്ടായിരുന്നു. എന്നാലും ഷൂട്ട് തുടങ്ങിയ ഒരു പ്രോസസ്സ് മുന്നോട്ട് പോയപ്പോഴത്തേനും ആ ഒരു ടെൻഷനൊക്കെ മാറി വളരെ അദ്ദേഹമായിട്ട് അത്യാവശ്യം സിങ്ക് ആയിട്ട് പോകാൻ പറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ആസ്വദിച്ചാണ് ഷൂട്ടിംഗ് പ്രോസസ് ഒക്കെ മുന്നോട്ട് പോയത്. ശ്രീജിതൻ, എനിക്ക് കറക്റ്റ് അറിയില്ല, തെറ്റാണെങ്കിൽ അങ്ങ് തിരുത്തണം, ക്ഷമിക്കണം. കുറുപ്പിന്റെ സഹസംവിധായകനായിരുന്നു അങ്ങെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയായിരുന്നു സിനിമയിലേക്ക് മമ്മൂക്കയുമായിട്ടൊരു സൗഹൃദത്തിലേക്ക് വരാൻ ദുൽഖർ വഴി ഒരു സൗഹൃദം അങ്ങനെയായിരുന്നോ? കുറുപ്പില് സഹസംവിധാനമായിരുന്നു, സഹരചയിതാവുമായിരുന്നു. അതിന് മുമ്പ് പിന്നെ അദ്ദേഹത്തിന്റെ മാമാങ്കം എന്നൊരു സിനിമയുണ്ട്. അതിനകത്ത് സജീവ് പിള്ള എന്ന് പറയുന്ന സംവിധായകന്റെ കൂട്ടത്തിൽ ഞാൻ സഹസംവിധാനമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ആയിട്ട് ബന്ധപ്പെട്ട ചില വ്യക്തികളുമായിട്ടൊക്കെ ചെറിയ കണക്ഷൻ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബന്ധം ഉപയോഗിച്ചാണ് അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അപ്പൊ അതിനകത്ത് ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ വിവേക് രാമദേവൻ എന്നൊരു പുള്ളിയുണ്ട്. അപ്പൊ അദ്ദേഹം ത്രൂ ആണ് ശരിക്കും ഡയറക്ട്ലി അപ്രോച്ച് ചെയ്തു. പിന്നെ ആൻഡ്രോ ജോസഫ് ത്രൂ ആണ് അദ്ദേഹത്തിലോട്ട് എത്തിയതും കഥ പറയാനൊക്കെ പറ്റിയതൊക്കെ. ആ ഒരു റൂട്ടാണ് യൂസ് ചെയ്തത്. ശരിക്കും പറഞ്ഞത് ദുൽഖർ വഴി അല്ല, ഇങ്ങനെയാണ് പോയത്.